NDA സർക്കാരിൽ നിതീഷ് കുമാറിന് പുല്ലുവിലയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായി ഐക്യ ജനതാദളിൽ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിതീഷ് കുമാറിന് കാര്യപ്രാപ്തി പോലുമില്ല. നിലവിൽ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം BJP കൊടുത്ത ഔദാര്യമാണ് എന്ന രീതിയിലാണ് നിതീഷ് കുമാർ ഉടക്കിന് പോകാത്തത്. എന്നാൽ സഖ്യകക്ഷികൾ പൊരിഞ്ഞ വഴക്കിൽ തന്നെയാണ്. നിതീഷ് കുമാറിനെ പാർട്ടി യോഗത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവർ അവരുടെ തീരുമാനം കടുപ്പിച്ചിരിക്കുന്നതോടുകൂടി ഐക്യജനതാദളിലെ ന്യൂനപക്ഷ MLA മാർ, അതായത് ഐക്യജനതാദളിനകത്ത് നിതീഷ് കുമാറുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസം കാത്തു സൂക്ഷിക്കുന്നവർ RJD-യിലേക്ക് പോകും എന്ന ഒരു താക്കീത് നൽകി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ തന്നെ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഉറപ്പായി. അതോടുകൂടി മന്ത്രിസഭ താഴേക്ക് വീഴും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിലെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്. ഐക്യജനതാദളും BJP-യും ചേർന്നുള്ള മന്ത്രിസഭയാണ് ഇപ്പോൾ ബീഹാറിൽ ഭരണത്തിൽ ഉള്ളത്. നേരത്തെ മഹാഗഡ്ബന്ധനായിരുന്നു അധികാരത്തിലെങ്കിൽ മഹാഗഡ്ബന്ധനിൽ നിന്നും JDU-നെ കൊണ്ടുവന്ന് വീണ്ടും BJP-യുടെ തൊഴുത്തിൽ കെട്ടുന്ന പരിപാടിയാണ് നിതീഷ് കുമാർ കാണിച്ചത്. NDA-യുടെ ഭാഗമായി നിതീഷ് ഇരിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാമെന്നായിരുന്നു JDU നേതാക്കളുടെ ഗീർവാണം. എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, BJP അവരുടെ രീതിയിലുള്ള അജണ്ടകൾ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നിതീഷ് കുമാർ വെറും കളിപ്പാവെ പോലെ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്കാർക്കും ഇല്ല എന്നാണ് JDU-യിലെ ന്യൂനപക്ഷ MLA-മാർ ശക്തമായി തന്നെ പറയുന്നു. അവർ പറയുന്നത് BJP-യുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ചാൽ മാത്രമേ JDU മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് തയ്യാറാകാത്ത പക്ഷം ഇനി JDU-ന് ഭാവിയില്ല എന്നും അതിൽ പലരും BJP-യിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്നും BJP വളരെ വൈകാതെ തന്നെ JDU-നെ പിളർത്തി BJP-യിലേക്ക് കൊണ്ടുവരുമെന്നും നിതീഷ് അത് കാത്തിരുന്ന് കണ്ടോളൂ എന്നുമാണ് ന്യൂനപക്ഷ MLA-മാർ പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടിയാണ് നിതീഷ് കുമാറിന്റെ വേവ് കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു BJP-യുമായിട്ടുള്ള ഈ സഹകരണം കൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന്. ഇടക്കാലത്ത് മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചത് പോലും ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. അന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. BJP-യിലേക്ക് എത്തിക്കാൻ വേണ്ടി ഐക്യജനതാദൾ MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്ന BJP-യുടെ തനിസ്വരം കണ്ടതാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ മഹാഗഡ്ബന്ധനുമായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നാണ്. RJD ഇപ്പോഴും നിതീഷ് കുമാറിന് കൊടുക്കുന്ന ബിഗ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനവും നിങ്ങളുടെ പാർട്ടി പദവിയും എല്ലാം സംരക്ഷിക്കാം, നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല, BJP-യുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മാത്രമാണ് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള തേജസ്വി യാദവ് നിതീഷിനോട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്.